തിയേറ്ററിൽ മികച്ച കളക്ഷനുമായി മുന്നേറുകയാണ് രാഹുൽ സദാശിവൻ ഡയറക്റ്റ് ചെയ്ത മമ്മൂട്ടി, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ബ്രഹ്മയുഗം. ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ OTT അവകാശത്തെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോണി ലിവാണ് ചിത്രത്തിൻ്റെ OTT അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. റെക്കോർഡ് തുകയായ 30 കോടിക്കാണ് ചിത്രത്തിൻ്റെ സ്ട്രീമിംഗ് റൈറ്റ്സ് സോണി ലിവ് സ്വന്തമാക്കിയിരിക്കുന്നത്. 5 ഭാഷകളിലെയും റൈറ്റ്സ് ഇതിൽപ്പെടും. സ്ട്രീമിംഗ് ഡേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. തിയേറ്ററിൽ മികച്ച രീതിയിൽ കളക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ OTT റിലീസ് വൈകാനാണ് സാധ്യത. മോഹൻലാലിന് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച ഡയറക്ടറാണ് ജിത്തു ജോസഫ്. ഈ കോംബോയിൽ ഇക്കഴിഞ്ഞ ക്രിസ്മസിന് റിലീസായ നേര് എന്ന ചിത്രം മികച്ച വിജയം നേടിയിരുന്നു. ഇപ്പോഴിതാ ഈ കോംബോ വീണ്ടും ഒന്നിക്കുകയാണ്. 2024 ക്രിസ്മസ് റിലീസായി പ്ലാൻ ചെയ്യുന്ന ചിത്രം ഒരു ത്രില്ലർ ജോണറിൽ പെട്ടതാണ്. മോഹൻലാൽ ഒരു പോലീസ് കോൺസ്റ്റബിളായിട്ടാണ് ചിത്രത്തിലെത്തുക. ജിത്തുവിനു വേണ്ടി മുമ്പ് കൂമൻ, 12th മാൻ എന്നീ സിനിമകളുടെ സ്ക്രിപ്റ്റ് എഴുതിയ കൃഷ്ണകുമാറാണ് ഈ ത്രില്ലർ ചിത്രത്തിൻ്റെ റൈറ്റർ. നിർമ്മാണം ആശീർവാദ് ഫിലിംസ്. പവർ പാണ്ഡി എന്ന ചിത്രത്തിന് ശേഷം ധനുഷ് എഴുതി സംവിധാനം ചെയ്ത് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ഗ്യാങ്സ്റ്റർ ആക്ഷൻ ഫിലിമിൻ്റെ ടൈറ്റിൽ റിവീലായിട്ടുണ്ട്. ധനുഷിൻ്റെ 50ാമത് ചിത്രത്തിൻ്റെ പേര് റായൻ എന്നാണ്. സൺ പിക്ചേഴ്സാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചിത്രത്തിൽ ധനുഷിനൊപ്പം SJ സൂര്യ, സുന്ദീപ് കൃഷ്ണൻ, കാളിദാസ് ജയറാം, നിത്യ മേനോൻ എന്നിവരുമുണ്ട്. AR റഹ്മാനാണ് ചിത്രത്തിൻ്റെ സംഗീതം. മോഹൻലാലും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന പുതിയ ചിത്രത്തെക്കുറിച്ചുള്ള വാർത്ത എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ചിത്രത്തിനെക്കുറിച്ചുള്ള ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഏപ്രിൽ മാസം ആരംഭിക്കും. സത്യനന്ദിക്കാടിൻ്റെ യൂഷ്വൽ സ്റ്റൈലിലുള്ള ഒരു കുടുംബ ചിത്രമായിരിക്കും ഇതും. ചിത്രത്തിൻ്റെ പേര് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർ ഏറെക്കാലമായി കാത്തിരിക്കുന്ന ചിത്രമാണ് പൃഥ്വിയുടെ ആടുജീവിതം. ഏപ്രിൽ 10 റിലീസ് ചെയ്യാനിരുന്ന ചിത്രം മാർച്ച് 28 തന്നെ തിയേറ്ററുകളിൽ എത്തും എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബറോസിൻ്റെ റിലീസ് മാറ്റിവെച്ചത് കൊണ്ടാണ് ഇതെന്നും വാർത്തയുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കാലമെടുത്ത് ഷൂട്ട് ചെയ്ത ചിത്രമാണ് ആടുജീവിതം. ചിത്രത്തിൻ്റെ ടീസർ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. എന്തായാലും ആടുജീവിതത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇതുപോലുള്ള കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.